2026 മാർച്ച് 31 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ. ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്ന ക്യൂഡിംഗ എന്ന വാക്സിൻ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് ഇറക്കുമതി ചെയ്യാനായി തീരുമാനിച്ചത്? ജപ്പാനിൽ നിന്നാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്ന ക്യൂഡിംഗ എന്ന വാക്സിൻ ഇന്ത്യ അടുത്തിടെ ഇറക്കുമതി ചെയ്യാനായി തീരുമാനിച്ചത്. അപ്പോൾ ക്യൂഡിംഗ എന്ന് പറയുന്നത് ജപ്പാൻ നിർമ്മിത വാക്സിനാണ്. ഇന്ത്യ ജപ്പാനിൽ നിന്നാണ് ക്യൂഡിംഗ എന്ന ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്ന വാക്സിൻ ഇറക്കുമതി ചെയ്യാനായിട്ട് അടുത്തിടെ തീരുമാനിച്ചത്. ലോക പാരാ ആർച്ചറി സംഘടനയുടെ 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൽ ദേവെ. ഇന്ത്യൻ വനിതാ താരമായ ശീതൽ ദേവിയാണ് ലോക പാരാ ആർച്ചറി സംഘടനയുടെ 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശീതൽ ദേവിയുടെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടെ ഉണ്ട്. വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇരു കൈകളും ഇല്ലാത്ത ആദ്യ അത്ലറ്റാണ് ശീതൽ ദേവെ. വേൾഡ് പാരാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇരു കൈകളുമില്ലാത്ത ആദ്യ അത്ലറ്റാണ് ശീതൽ ദേവി. അതുപോലെ ലോക പാരാ ആർച്ചറി സംഘടനയുടെ 2025 ഏറ്റവും മികച്ച പാരാ ആർച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇന്ത്യൻ വനിതാ താരമായ ശീതൽ ദേവിയാണ്. 2026 മാർച്ചിൽ റിപ്പോർട്ട് ചെയ്ത COVID-19 പുതിയ വകഭേദം സിക്കാഡ BA.3.0 എന്നറിയപ്പെടുന്ന സിക്കാഡ ആണ് 2026 മാർച്ചിൽ റിപ്പോർട്ട് ചെയ്ത COVID-19 പുതിയ വകഭേദം. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് അമേരിക്കയിലും 23 രാജ്യങ്ങളിലുമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഓർമ്മിക്കുക, 2026 മാർച്ചിൽ റിപ്പോർട്ട് ചെയ്ത COVID-19 പുതിയ വകഭേദമാണ് സിക്കാഡ അഥവാ BA.3.0. 2026 മയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് അരീന സബലങ്കെ. ബെലൂറസ് താരമായ അരീന സബലങ്കയാണ് 2026 മയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. US താരം കൊക്കോ ഗോഫിനെ പരാജയപ്പെടുത്തിയാണ് അരീന സബലങ്കെ 2026 മയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. 2026 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് യാനിക് സിന്നർ. ഇറ്റലി താരമായ യാനിക് സിന്നറാണ് 2026 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ചെക്ക് താരം ജിരി ലെഹക്കയെ പരാജയപ്പെടുത്തിയാണ് യാനിക് സിന്നർ 2026 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. അപ്പോൾ 2026 മയാമി ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ബെലൂറസ് താരമായ അരീന സബലങ്കയും 2026 മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ഇറ്റലി താരമായ യാനിക് സിന്നറുമാണ്. 2026 മാർച്ചിൽ IPL ചരിത്രത്തിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ് 2026 മാർച്ചിൽ IPL ചരിത്രത്തിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി പാർക്കിൻസൺസ് രോഗചികിത്സയ്ക്കായി അഡാപ്റ്റീവ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സംവിധാനം ആരംഭിച്ച ആശുപത്രി ആംസ്റ്റർ മെഡിസിറ്റി. കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായി പാർക്കിൻസൺസ് രോഗചികിത്സയ്ക്കായി അഡാപ്റ്റീവ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സംവിധാനം ആരംഭിച്ചത്. മരച്ചീനിയിലെ അന്നജത്തിന്റെ അളവ് കണ്ടെത്തുന്നതിനായി ഇലക്ട്രോണിക് സ്റ്റാർച്ച് മീറ്റർ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് മരച്ചീനിയിലെ അന്നജത്തിന്റെ അഥവാ സ്റ്റാർച്ചിന്റെ അളവ് കണ്ടെത്തുന്നതിനായി ഇലക്ട്രോണിക് സ്റ്റാർച്ച് മീറ്റർ വികസിപ്പിച്ച ഗവേഷണ സ്ഥാപനം. ഇത്രയുമാണ് 2026 മാർച്ച് 31 പ്രധാനപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.